ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 11ാമത്തെ ചാപ്റ്റർ പച്ചക്കറിത്തോണി. അപ്പോൾ എല്ലാ കൂട്ടരും പച്ചക്കറിത്തോണി എന്നുള്ള പാഠത്തിൻ്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സും അതേപോലെ നമ്മുടെ പ്രവർത്തന പുസ്തകത്തിൻ്റെ ക്ലാസ്സും കാണുമെന്ന് കരുതുന്നു. കാണാത്ത കൂട്ടുകാരെങ്കിൽ തീർച്ചയായും കാണുക. അതിനുശേഷം യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ പ്രവർത്തനം പച്ചക്കറികളുടെ ചിത്രത്തിന് നിറം നൽകുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് പച്ചക്കറികളുടെ ചിത്രമൊക്കെ വരച്ച് നിറം കൊടുത്ത് നോക്കുക. പച്ചക്കറികളുടെ പേര് എഴുതി നോക്കുക. ഇവിടെ കുറച്ച് പച്ചക്കറികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ പച്ചക്കറികൾക്ക് നിറം കൊടുക്കുക. നിറം കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് ഏത് പച്ചക്കറിയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നും കൂടെ നോക്കുക. ഓക്കെ, അടുത്ത പ്രവർത്തനം, രണ്ടാമത്തെ പ്രവർത്തനം 2, ചിത്രത്തിൽ തന്നിരിക്കുന്ന പച്ചക്കറികൾ ഏതെല്ലാം, പേരുകൾ എഴുതുക. അതായത് നമ്മുടെ ചിത്രത്തിൽ കുറച്ച് പച്ചക്കറികൾ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, തിരിച്ചറിയാൻ കഴിയുന്ന കുറച്ച് ഏതൊക്കെ പച്ചക്കറികൾ തിരിച്ചറിയാൻ കഴിയുന്നത്, ആ പച്ചക്കറികളുടെ പേരാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് പച്ചക്കറികളുടെ പേരുകൾ ഇവിടെ എഴുതി ചേർക്കുക. ചിത്രത്തിലുള്ള ഓരോരോ പച്ചക്കറികളുടെ പേരുകളും ഇവിടെ എഴുതി ചേർക്കുക. അടുത്തത് പ്രവർത്തനം 3, പച്ചക്കറികളുടെ ഉപയോഗം അനുസരിച്ച് തരം തിരിക്കുക. അതായത് ഇലപ്പച്ചക്കറികളുണ്ട്, കായകൾ, ചില പച്ചക്കറികൾ നമ്മൾ കായ് ഭാഗമാണ് നമ്മൾ കഴിക്കുക, മറ്റു ഭാഗങ്ങൾ കഴിക്കുന്ന പച്ചക്കറികളുണ്ട് അല്ലേ. അപ്പോൾ ഇലപ്പച്ചക്കറികൾ ഏതൊക്കെയാണെന്നാണ് ഫസ്റ്റത്തെ കോളത്തിൽ എഴുതി ചേർക്കേണ്ടത്. ഇവിടെ ചീരയില എഴുതിയിട്ടുണ്ട്, മറ്റു ഇലകൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റു ഇലകളുടെ പേര് എഴുതുക. അടുത്തത് കായകൾ, മുരിങ്ങക്കായ എഴുതിയിട്ടുണ്ട്, മറ്റു കായകൾ ഏതൊക്കെയാണെന്ന് എഴുതുക. മറ്റു ഭാഗങ്ങൾ പറഞ്ഞാൽ വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതാം. മറ്റു ഭാഗങ്ങളിൽ ഉരുളക്കിഴങ്ങ് എഴുതാൻ പറ്റും. അതേപോലെ നമ്മൾ ഉരുളക്കിഴങ്ങല്ല, മറ്റു ഭാഗങ്ങൾ, അതായത് നമ്മൾ ഒരു പച്ചക്കറി ചെടിയുടെ മറ്റു ഭാഗങ്ങൾ കഴിക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്, അതെന്ത് ചെയ്യുക, ഇവിടെ എഴുതി ചേർക്കുക. ഇപ്പം നമുക്കറിയാം വാഴയുടെ വാഴക്കൂമ്പ് കഴിക്കാൻ പറ്റും അല്ലേ. അതുപോലെ വാഴപ്പിണ്ടി കഴിക്കാൻ പറ്റും. അതേപോലെ മറ്റു ചില ചെടികളുടെ തണ്ട് ഭാഗം കഴിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ തണ്ട് ഭാഗം കഴിക്കാൻ പറ്റുന്ന മറ്റു പച്ചക്കറികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങൾ കഴിക്കാൻ പറ്റുന്നത്. ഒരു പച്ചക്കറി ചെടി ഉണ്ടെങ്കിൽ ആ ചെടിയുടെ മറ്റു ഭാഗങ്ങൾ ഏതൊക്കെ കഴിക്കാൻ പറ്റും, അങ്ങനെയുള്ള ചെടികളാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എഴുതേണ്ടത്. ആ ചെടികളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഏത് ഭാഗമാണ് കഴിക്കുന്നതും കൂടെ എഴുതുക. ഓക്കെ, അടുത്ത 4ാമത്തെ പ്രവർത്തനം കടങ്കഥയാണ്. കടങ്കഥയ്ക്ക് ഉത്തരം എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇലനുള്ളി കുഴിച്ചിട്ടു, കുഴി നിറയെ മുട്ടയിട്ടു. അടുത്തത് ചെറുതിരിയൊന്നിൽ ചെറുമണി കുരുമണി. 3ാമത്തെ കൈപ്പത്തി പോലെ ഇല, വിരല് പോലെ കായ. 4ാമത്തെ മുറ്റത്തൊരമ്മ കുടചൂടി നിൽക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുക, ഈ കടങ്കഥകൾക്ക് ഉത്തരം എന്ത് ചെയ്യണം, എഴുതണം. 5ാമത്തെ പ്രവർത്തനം നിങ്ങൾക്ക് അറിയാവുന്ന കൃഷി രീതിയെ കുറിച്ച് എഴുതുക. നമ്മളെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ, നമ്മളൊരു ഒരു കൃഷി രീതിയെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു പച്ചക്കറി കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് എഴുതാൻ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് അറിയുന്ന കൃഷി രീതിയെ കുറിച്ച് എഴുതുക. പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഏതെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് പയർ ചെടി ഉണ്ടാകുന്നത്, എന്തൊക്കെ ചെയ്യണം, കൃഷി ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ചെടി വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കൃഷി എങ്ങനെയാണ് ഒരു പച്ചക്കറി ചെടി നടുന്നത് എങ്ങനെയാണെന്ന് കുറിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക, എഴുതി ചേർക്കുക. അതാണ് നമ്മുടെ 5ാമത്തെ പ്രവർത്തനം. 5 പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.